അപ്പോ 22,000 വേക്കൻസീസുമായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ വേക്കൻസി ലിസ്റ്റ് വന്നിരിക്കുകയാണ്. 32,000-ഓളം വേക്കൻസീസ് ആയിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അപ്പൊ സാറിന് തോന്നുന്നുണ്ടോ വേക്കൻസീസ് എവിടെയൊക്കെയോ കുറഞ്ഞു പോയില്ലേ? സാറേ, അതായത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2019 ലാസ്റ്റ് ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ 2020, 2021, 2022, 2023, 2024 5 വർഷത്തിന് ശേഷമാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ അതിന് 32,000 വേക്കൻസി ഉണ്ട്. പക്ഷെ ഇപ്പോ എല്ലാ വർഷവും ഇനി അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. ആ കാര്യത്തിൽ റെയിൽവേ സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അന്തസ്സുള്ളവനാണ് RRB. അതായത് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ വരുമെന്ന് വന്നു. അതേപോലെ തന്നെ എക്സാം സ്ട്രക്ചർ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു പറയുന്ന പോലെ തന്നെ പോകുന്നുണ്ട്. അപ്പൊ അതിൽ 22,000 വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വേക്കൻസി അല്ല. അപ്പൊ അതിന്റെ റീസൺ എന്ന് വെച്ചാൽ സാറേ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ തവണ റെയിൽവേയും അതേപോലെ തന്നെ ഇവിടെ വർക്കേഴ്സ് തമ്മിൽ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തായിരുന്നു. അപ്പൊ അതിനകത്ത് ലെവൽ 1 പോസ്റ്റുകളിലേക്ക് 72,000 ഒഴിവുകളാണ് ആകെ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ 32,000 ആൾക്കാർ കയറിപ്പോ, ചിലപ്പോൾ കൂടുതൽ കയറാം. അപ്പൊ പുതിയ നോട്ടിഫിക്കേഷനിൽ 22,000 ആയി. അപ്പൊ ഈ 22,000 എന്ന് പറഞ്ഞാൽ നിലവിലുള്ള ഒഴിവുകളാണ്. അതായത് ഇനിയും വേക്കൻസി കൂടാനായിട്ട് നല്ല സാധ്യതയുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20,000-ഓളം വേക്കൻസീസ് കൂടാനുള്ള സാധ്യത തീർച്ചയായിട്ടും അതാണ്. അതായത് ഒരു 40 ആ റേഞ്ചൊക്കെ വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ അതിൽ ഈ 30,000, 40,000 എന്നൊക്കെ പറഞ്ഞാൽ സാർ ഒരു ചെറിയ നമ്പർ അല്ല. മാത്രമല്ല ഇതൊരു ഫിസിക്കൽ ഉള്ള ഒരു പരീക്ഷയാണ്. അപ്പൊ എത്ര പേർക്ക് ഫിസിക്കൽ പാസ് ആവാൻ പറ്റും, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡി എക്സാം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു 70+ മാർക്കൊക്കെ ഒരു ഗുഡ് അറ്റംപ്റ്റ് ആണ്. അവർക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടും. അവിടെ മനസ്സിലാക്കുക, 100 മാർക്കിന് 1.5 മണിക്കൂർ കൊണ്ട് 70+ മാർക്ക് സ്കോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഹിമാലയൻ ടാസ്ക് അല്ല. ഒരാള് ഒരു 4 മാസം 5 മാസം സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ടോ, അയാൾക്ക് ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ഡൗട്ടും ഇല്ല അതിനകത്ത്. അതെ, എനിക്ക് തോന്നുന്ന എല്ലാവരും ഈ പഠിച്ചുകൊണ്ട് മാത്രം ഇരുന്നുകൊണ്ടാണ് ഒരുപാട് പേര് ബുദ്ധിമുട്ടാണ് പറയുന്നത്. അവർ ഒരുപാട് കുറച്ച് മോക്ക് ടെസ്റ്റുകളൊക്കെ എടുത്ത് കുറച്ച് പ്രാക്ടീസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഹിമാലയൻ ടാസ്കേ അല്ല. അതിപ്പോ ഗ്രൂപ്പ് ഡി തവണ എഴുതിയ ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും. അവരുടെ പ്രാക്ടീസ്, അതായത് പഠിച്ചുകൊണ്ടിരുന്ന രീതികളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, കുറച്ച് മോക്ക് ടെസ്റ്റുകൾ കൂടുതൽ എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ PYQ സീരീസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വളരെ ബുദ്ധിമുട്ട് അവർ പറഞ്ഞിട്ടില്ല. അതാണ് സത്യം. അതായത് സാർ, ഇപ്പൊ NDPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ്, ദെൻ ഗ്രൂപ്പ് ഡി, ഇപ്പൊ നമ്മൾ ഈ 3 പരീക്ഷകൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എക്സാം സ്ട്രക്ചർ, എക്സാം പാറ്റേൺ സെയിം ആണ്. അതായത് ഒരാൾ NDPCക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾ, അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ, വേറെ വരുന്നില്ല. അതായത് എങ്ങനെ കോമൺ സിലബസ് വരുന്നത്, മാത്സ് ഉണ്ട്, റീസണിംഗ് ഉണ്ട്, ദെൻ GK, സയൻസ്, പിന്നെ കറണ്ട് അഫയേഴ്സ്, ഇത്രയും തന്നെയാണ് എല്ലാത്തിലും വരുന്നത്. അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ മാറത്തുള്ളൂ. അതായത് NDPC എടുക്കുകയാണെങ്കിൽ 30 മാത്സ്, 30 റീസണിംഗ്, 40 GK. അതേസമയം ഗ്രൂപ്പ് ഡി നോക്കുകയാണെങ്കിൽ അവിടെ 30 റീസണിംഗ്, 25 മാത്സ്, അത് കഴിഞ്ഞ് 25 സയൻസ്, 20 മാർക്ക് കറണ്ട് അഫയേഴ്സും GKയും കൂടെ ചേർന്നാ വരുന്നത്. അപ്പൊ എല്ലാത്തിലും ഒരേ സിലബസ് ആണ്. ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ അയാളുടെ സാധ്യത പിന്നെയും കൂടി പോകാൻ. നമുക്കിപ്പോ എല്ലാത്തിന്റെ ബാച്ചസ് നമുക്ക് കഴിഞ്ഞ തവണ തൊട്ടുണ്ട്. NDPC ഗ്രാജുവേറ്റ് ഉണ്ട്, അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട്, ഗ്രൂപ്പ് ഡി ഉണ്ട്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലായ പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ഓക്കെ, നന്നായിട്ട് പഠിച്ചിരിക്കുന്ന ആൾക്കാർക്ക് മൊത്തം ഇപ്പൊ NDPC ക്രാക്ക് ചെയ്യാൻ പറ്റി. അതായത് ഇപ്പൊ അതിന്റെ റിസൾട്ട് വന്നായിരുന്നു CBT2-ന്റെ. അതേസമയം അത് ഒരു ഗുഡ് അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് ചിലപ്പോ NDPC അണ്ടർ ഗ്രാജുവേറ്റ് പാടായിരിക്കാം, പക്ഷേ അവരെല്ലാം തന്നെ ഇപ്പൊ ഗ്രൂപ്പ് ഡിക്ക് ഒരു ഗുഡ് അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു 75+ മാർക്കൊക്കെ അവർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റി. അതായത് SSC എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാറേ, SSC എക്സാംസ് വന്നിട്ട് സമയം വളരെ കുറവാണ്. ഓക്കെ, പക്ഷെ ഇവിടെ 1.5 മണിക്കൂർ കിടപ്പുണ്ട്, 100 മാർക്കാണ് വരുന്നത്. അപ്പൊ ഗ്രൂപ്പ് ഡി നോക്കിയാൽ വലിയൊരു ക്വസ്റ്റ്യൻ, ഭയങ്കര പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ നമ്മുടെ ഈ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്, മക്കളെ ഈ ടോപ്പിക്കിൽ പഠിച്ചുകൊണ്ട് പോകും, ഇതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ, അത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പൊ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ കറണ്ട് അഫയർ ഡോമിനേറ്റ് ചെയ്തതിന് പലരും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആക്ച്വലി ഏറ്റവും നല്ലൊരു കാര്യമാണ് കറണ്ട് അഫയർ ഡോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ എന്തോരം പഠിക്കണം, പൊളിറ്റി പഠിക്കണമെങ്കിൽ എന്തോരം പഠിക്കണം, കറണ്ട് അഫയർ പഠിക്കണമെങ്കിൽ എന്തുമാത്രം പഠിച്ചാൽ നമുക്കറിയാം. ലാസ്റ്റ് ഒരു 6 മാസത്തെ കറണ്ട് അഫയർ പഠിച്ചു കഴിഞ്ഞാൽ ആ സെക്ഷനെ അങ്ങ് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. റെയിൽവേ നമുക്ക് നല്ലൊരു ഗിഫ്റ്റ് ആയിട്ട് തന്ന പോലെ എനിക്ക് തോന്നിയത്. പലരും കംപ്ലൈന്റ് എണ്ണിക്കൊണ്ട് കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചാൽ മതി. ഞാൻ ടോപ്പിക്കിൽ ഇപ്പൊ പറഞ്ഞു, അടുത്ത എക്സാം വരുന്ന ടോപ്പിക് ഞാൻ പറഞ്ഞു. ഇമ്പോർട്ടന്റ് അപ്പോയിന്റ്മെന്റ്സ്, സെൻട്രൽ അപ്പോയിന്റ്മെന്റ്സ് മൊത്തം, അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് സ്കീംസ് മൊത്തം ഒന്ന് പഠിക്കാം. അതേപോലെ ഇന്ത്യയുടെ മിലിറ്ററി എക്സസൈസ് മൊത്തം ഒന്ന് നോക്കാം. അതേപോലെ ഇന്ത്യയുടെ ഇൻഡെക്സ് റേറ്റിംഗ് മൊത്തം നോക്കാം. ബുക്സ് ആൻഡ് ഓതേഴ്സ് നോക്കാം. റീസെന്റ് ഡെത്തുകൾ നോക്കാം. പിന്നെ അടുത്ത ലാസ്റ്റ് റീസെന്റ് ആയിട്ട് 6 മാസം കൊണ്ട് എന്തൊക്കെ സംഭവിച്ചു, ഗെയിംസിന്റെ വേദികൾ, ഡേയ്സ് ആൻഡ് ഡേറ്റ്സ്, പ്രത്യേകിച്ച് ഡേയ്സ് ആൻഡ് ഡേറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ വെന്യൂസ്, പിന്നെ ലാസ്റ്റ് നടന്ന ഗെയിം ഇവന്റ്സിലെ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ്, ഇത്രയും പഠിച്ചാല് പ്രധാനപ്പെട്ട ഏരിയാസ് മൊത്തം കവർ ചെയ്യുന്നു. ഇതിലേക്കുള്ള എന്താ കറണ്ട് അഫയേഴ്സ് ഇരിക്കുന്ന ഇല്ല. അപ്പോ ഇത്രയും കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചുകൊണ്ട് അവിടെ 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ആക്ച്വലി നല്ലതാണ്. ഞാൻ സാധാരണ 100% യോജിക്കുന്നു. ഒരുപാട് പഠിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പഠിച്ചാൽ മതി, ഗ്രൂപ്പ് ഡി കയറി പോകാനായിട്ട് പറ്റും. ഇനി ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് സാറേ, സാലറിയാണ്. അതായത് പുതിയ പേ കമ്മീഷൻ നെക്സ്റ്റ് മന്ത് അതുപോലെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിന്റെ റിവിഷൻ കഴിഞ്ഞ് നിലവിൽ വരുന്ന സമയത്ത്
അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് മാത്രം ഏതാണ്ട് ഒരു 35 ആ റേഞ്ചിലോട്ട് ബേസിക് പേ പോകും. ഞാൻ പറഞ്ഞ ലെവൽ 1 പോസ്റ്റിലേക്കാണ്. ഓക്കെ, അതായത് ഗ്രൂപ്പ് ഡിക്കാണ്. പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഇൻസെന്റീവ്, അലവൻസ്, ട്രാവൽ അലവൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് ഏറ്റവും ചുരുങ്ങിയത് കയറുന്ന സമയത്ത് തന്നെ ഒരു 42,000 43,000 ആ റേഞ്ച് സാലറി കിട്ടും. ഈ 43,000 സാലറി എന്ന് പറയുമ്പോൾ സാറേ, ഈ ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കയറുന്ന ഒരാൾ ആദ്യത്തെ മാസം എത്ര രൂപ സാലറി മേടിക്കും? അറൗണ്ട് ഒരു 38-40 അത്രയും സാലറി മേടിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ അയാൾക്ക് 41+ സാലറി കിട്ടും. മാത്രമല്ല പ്രൊമോഷൻ ചാൻസ് കൂടുതലാണ്. അതിനേക്കാളൊക്കെ ഹൈലൈറ്റ് നമ്മുടെ പെൻഷൻ. ഇപ്പൊ UPS വന്നേ പിന്നെ നല്ല കിഡിലൻ പെൻഷൻ സ്കീമാണ് UPS എന്ന് പറയുന്നത്. നമ്മൾ പഴയ ഒരു OPS പോലെ തന്നെയുള്ള ഒരു പരിപാടിയാണ്. NPS പോലെയല്ല, അടിപൊളിയായിട്ട് പെൻഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ്. പെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം സെർവ് ചെയ്യുന്ന 6 മാസത്തിന്റെ നമ്മുടെ സാലറിയുടെ ആവറേജിന്റെ പകുതി മിനിമം നമുക്ക് പെൻഷൻ ആയിട്ട് കിട്ടും. അതൊരു ചെറിയ എമൗണ്ട് അല്ല. അതായത് നമ്മളിപ്പോ ഞാനൊരു 30 വർഷം പുറകിലോട്ട് എടുക്കാം. അതായത് 1995 സോ 1995 എടുത്താൽ അന്ന് ബേസിക് പേ എന്റെ ഉദ്ദേശം ശരിയാണെങ്കിൽ ഒരു 3,000 ആ റേഞ്ചൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ എത്രയായി? 32,000 മാറി, 10 മടങ്ങ് വർധനം. ഇവിടെ ഒരു 30 വർഷം ഞാനൊന്ന് ഫോർകാസ്റ്റ് ചെയ്താൽ മുമ്പിലേക്ക് പോയാൽ ചിലപ്പോൾ അന്ന് 30 വർഷം കഴിയുമ്പോൾ സാലറി ഒക്കെ ചിലപ്പോൾ 2.5 ലക്ഷം ആ റേഞ്ചൊക്കെ ആയിരിക്കും സാലറി വരുന്നത്. ചിലപ്പോൾ കൂടാനേ സാധ്യതയുള്ളൂ. പിന്നെ ഞാൻ ഈ സാലറി പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യുന്നതല്ല. അതായത് ഇപ്പോ ഒരു കുട്ടിക്ക് വേണ്ടത് സാലറിയോ ബാക്കി ഒന്നും വരെ നോക്കി നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത്. പകരം എന്താണ്, അവർക്ക് കയറി പോകാൻ ഒരു ജോലി മാത്രം മതി, അതിനുവേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. പക്ഷെ ഇവരറിയണം ആ സമയത്ത് 60 വയസ്സിനൊക്കെ ശേഷം ഇതിന്റെ ഒരു പകുതി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും പെൻഷനായിട്ട് കിട്ടാണ് ഒരാളുടെ മുമ്പിലും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ജോബിലോട്ട് കയറി പോയി കഴിയുമ്പോൾ ആ ജോബ് എന്തുമാത്രം ജോബ് സെക്യൂരിറ്റി നമുക്ക്, അതായത് ആയുഷ്കാലം ഒരു ജോബ് സെക്യൂരിറ്റി ഓഫർ ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല പറയുന്നത്. അത് പണ്ടത്തെ കാലത്തൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൃത്യമായിട്ട് സർക്കാർ പെൻഷൻ തന്നിരുന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതേ രീതി തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. UPS ഇനി മാറ്റമൊന്നും ഉണ്ടാവില്ല. പക്ക UPS ആയിട്ട് തന്നെയാണ് ഇനി വർഷങ്ങളോളം മുന്നോട്ട് പോകാനായിട്ട് പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് മാസം പെൻഷൻ കിട്ടും. ഇപ്പൊ നിങ്ങൾക്കൊരു ലാസ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും ലാസ്റ്റ് ഇയറിന്റെ ആവറേജ് ബേസിക് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നാളുകളിൽ നമുക്ക് പ്രൊമോഷൻ വരും. അപ്പൊ ഡെഫിനറ്റ്ലി ആ ഒരു ബേസിക് പേര് വീണ്ടും ചേഞ്ച് ആവും. നമ്മുടെ പെൻഷനും അല്ലാതെ കൂടാൻ സാധിക്കും. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് കയറുന്ന സമയം മുതൽ ഡിപ്പാർട്ട്മെന്റ് സ്റ്റേജ് മേലോട്ട് പോകാം. അതായത് കഴിഞ്ഞ തവണ ഞാൻ ബിടെക് കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ എന്റെ കൂടെ പഠിച്ച ആൾക്കാർ മൊത്തം കഴിഞ്ഞതിൽ ഗ്രൂപ്പ് ഡി ആയിട്ട് കയറി. അവരൊക്കെ ഇന്ന് JE ആയിട്ട് മാറി. അതായത് ലെവൽ 1 ആയിട്ട് കയറിയ ആൾക്കാരെല്ലാം തന്നെ ഇന്ന് ലെവൽ 6 ആയിട്ട് മാറി, ലെവൽ 6 ആയിട്ട് മാറി, JE ആയിട്ട് മാറി. അതായത് നമുക്കൊരു ഹയർ ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ, ഇവൻ നമ്മൾ +2 ആണ്. ഇപ്പോ ഗ്രൂപ്പ് ഡിയുടെ ക്വാളിഫിക്കേഷൻ SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പുതിയതിലും അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത, മാറ്റം വരാൻ ചാൻസ് ഇല്ല. അപ്പൊ അവിടെ ഒന്നാലോചിക്കുക, ലെവൽ 1 പോസ്റ്റ് ആയിട്ട് കയറുന്ന ഒരാള് 4 വർഷം കൊണ്ട് ലെവൽ 6 ആയിട്ട് മാറി, ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. പക്ഷെ ഇവിടെ ഇപ്പോ ഒരാൾ +2 ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടിയാവും, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള കുട്ടിയാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ചെയ്തിട്ട് മെയിനിലേക്ക് നന്നായിട്ട് പോകാൻ പറ്റും. പിന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അയാൾക്ക് കുറച്ചും കൂടെ അവസരങ്ങൾ കൂടാനുള്ള സാധ്യത. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ എല്ലാവരും ക്വാളിഫൈഡ് ആണ്. അതൊരു വലിയൊരു ഹൈലൈറ്റ് ആണ്. ഇപ്പൊ എഞ്ചിനീയറിംഗ് ആയാലും ശരി, അതുപോലെ തന്നെ ITI, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ക്വാളിഫൈഡ് ആണ്. 10th ലെവലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളല്ല. അപ്പൊ പലരും വിചാരിച്ച 10th ലെവൽ എക്സാം ഞാനിപ്പോ എഴുതേണ്ട ആവശ്യമുണ്ട്, എനിക്ക് ഇത്രയധികം ക്വാളിഫിക്കേഷൻസ് ഇല്ലേ, ആ ഒരു രീതിയിലേക്ക് ഒരു ചിന്ത പോകേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം കിടപ്പുണ്ട്. അത് എഴുതി നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള ഒരു അവസരം കൂടി ഗ്രൂപ്പ് ഡി പരീക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പൊ പലരും അങ്ങനെ ഒരു 10th ലെവൽ പരീക്ഷ എന്ന രീതിയിൽ ഒരു പരീക്ഷയെ കുറച്ച് കാണരുതെന്ന് എനിക്ക് സർ കുട്ടികളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത് മക്കളെ, ഇത് നിങ്ങൾ കയറാൻ പോകുന്ന ജോലി ഒരു എളുപ്പമുള്ള ജോലിയല്ല. ഞാൻ ആദ്യമേ പറയാം. അതായത് ട്രാക്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ ജോലി പാടാണ്. ഇപ്പൊ ട്രാക്ക്മാൻ ആയിക്കോട്ടെ, പോയിന്റ്സ്മാൻ ആയിക്കോട്ടെ, പാടാണ്, ജോലി പാടാണ്. പക്ഷെ നിങ്ങൾക്ക് അവിടെ പ്രൊമോഷൻ ചാൻസ് ഉണ്ട്. അതേസമയം വർക്ക്ഷോപ്പിലേക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നെങ്കിൽ ജോലി ഭയങ്കര എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. അപ്പോൾ ഏറ്റവും നല്ല സാലറി ഉണ്ട്, പ്രൊമോഷൻ ചാൻസ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളാണ്. അത് കഴിഞ്ഞ് ലൈഫ് മൊത്തം സെക്യൂർ ആണ്, വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ഈ ഒരു ചാൻസ് നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട്. ഇപ്പൊ 22,000 വേക്കൻസിയുമായിട്ടാണ് നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പൊ അതിനകത്ത് പലരുടെയും ഡൗട്ട് എന്ന് വെച്ചാൽ ഈ 22,000 വേക്കൻസിയിൽ ഇപ്പൊ ഒരാൾ സ്പെക്സ് വയ്ക്കുന്ന ഒരാളാണ്, കണ്ണട വയ്ക്കുന്ന ഒരാളാണ്, അയാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഇതിനകത്തുള്ള പല പോസ്റ്റുകളിലും ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും അധികം വേക്കൻസി വന്നേക്കുന്നത് ട്രാക്ക് മെയിൻ്റനർ ആണ്. അവിടെ വേണ്ട മെഡിക്കൽ 11,000 വേക്കൻസി ട്രാക്ക് മെയിൻ്റനർ നടക്കുന്നത്. അതായത് ആകെ 22,000 വേക്കൻസിയിൽ 11,000 വേക്കൻസി ട്രാക്ക് മെയിൻ്റനർ ആണ്. അപ്പൊ അവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് B1 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്. അതായത് സ്പെക്സ് വയ്ക്കുന്നവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പലർക്കും ഇപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ട്. മെഡിക്കലി കംപ്ലീറ്റ്ലി ഫിറ്റ് ആയിട്ടുള്ള ഒരു സ്പെക്സ് പോലും വെക്കാത്തതോ ബോഡി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ റെയിൽവേയിൽ ജോലി കൊടുക്കുള്ളൂ. അങ്ങനെയല്ല, ഇതിന്റെ ഗ്രേഡുകൾ മാറുന്നുണ്ട്. B1, C1 അങ്ങനെ ഓരോ ഗ്രേഡ് അനുസരിച്ചാണ് കിട്ടുന്നത്. ഇപ്പൊ ട്രാക്ക് മെയിൻ്റനർക്ക് ഇത്രയും വേക്കൻസിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന വേക്കൻസിയുടെ 1/3 ഓൾറെഡി നമുക്ക് ഫില്ലായി, അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എല്ലാവർക്കും. അതേപോലെ സാറേ, ഇപ്പൊ ചില പോസ്റ്റുകൾ ഇപ്പൊ അസിസ്റ്റന്റ് ട്രാക്ക്മാൻ ഒക്കെ ആണെങ്കിൽ അവിടെ
A3 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത്. സോറി, ട്രാക്ക് മെഷീൻ നോക്കുകയാണെങ്കിൽ A3 ആണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടത്. അപ്പോൾ ആ പോസ്റ്റ് ആണെങ്കിലൊക്കെ ചിലപ്പോൾ സ്പെക്സ് വയ്ക്കുന്നവർക്ക് അപ്ലൈ, ചിലപ്പോൾ അല്ല സ്പെക്സ് വയ്ക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ബാക്കി പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് വിഷന്റെ പ്രശ്നമുള്ള ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരായിക്കോട്ടെ, അവർക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സാറേ, ഒരാൾക്ക് അയാളുടെ ലൈഫിൽ ഏറ്റവും വലുത് വേണ്ട എന്താണെന്ന് ചോദിച്ചാൽ അവസരങ്ങളാണ്, അല്ലെ? അപ്പൊ ഈ അവസരങ്ങൾ ഓരോ തവണ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അത് നന്നായിട്ട് യൂസ് ചെയ്യാം. ഇപ്പൊ ഒരു കുട്ടി ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ ഒരു 6 മാസം കൊണ്ട് ഈ വന്നേക്കുന്ന എല്ലാ എക്സാമിനെയും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. കാര്യം ഇത് സിമ്പിൾ സിലബസ് ആണ്, ഭയങ്കരപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. ഇപ്പൊ SSCയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈസിയാണ്. കാരണം SSCയുടെ കുറെ കൂടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു GK ഒക്കെ പല സ്ഥലത്തു നിന്നൊക്കെ GK എടുത്തിട്ടുണ്ട്. അതായത് ഒരാൾക്ക് പോലും അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടാറുണ്ട്. പക്ഷെ റെയിൽവേ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ എനിക്ക് തോന്നിയത് എളുപ്പമാണ്. കാരണം ഈ കറണ്ട് അഫെയർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടിക്കുന്നില്ല. അതായത് ഉദ്യോഗാർത്ഥികളെ മാക്സിമം പ്രഷർ അടിപ്പിച്ച് ബുദ്ധിമുട്ടിക്കാന്നുള്ള രീതിയല്ല റെയിൽവേക്ക്. അതായത് സാറേ, ഇപ്പൊ SSC എക്സാം ആണെങ്കിൽ ഇപ്പൊ മൊത്തം പാറ്റേൺ മാറി. അതായത് വെണ്ടർ ചേഞ്ച് വന്നതിന്റെ ഭാഗമായിട്ട് മൊത്തം പാറ്റേൺ മാറി. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് മൊത്തം വന്നു. സാറി പറഞ്ഞ പോലെ തന്നെ കേട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം വന്നു. അതായത് പഠിച്ച ഒരു കുട്ടിക്ക് അവിടെ റിസൾട്ട് കിട്ടാതിരിക്കാം. അത് ഡിപ്പെൻസ് ആണ്, പോകുന്ന ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ റെയിൽവേ അങ്ങനെയല്ല. ഒരാൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുന്നുണ്ടോ, ഒരാൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ട് പോകുന്നുണ്ടോ, അതിന് അവന്റെ റിസൾട്ട് കിട്ടും. അതായത് സാർ ഇപ്പോ SSC എക്സാമിന്റെ ഒരു വീഡിയോയുടെ താഴെ സാറിന്റെ കമന്റ് കാണാൻ പറ്റും, ഞാൻ ഇത്രയും പഠിച്ചു പക്ഷെ എനിക്ക് അതിന്റെ പ്രയോജനം കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. പക്ഷെ ഒരു റെയിൽവേ എക്സാമിന്റെ താഴെ, ഒരു വീഡിയോയുടെ താഴെ സാറിന് ഇങ്ങനെ ഒരു കമന്റ് കാണാൻ പറ്റത്തില്ല, ഞാൻ പഠിച്ചിട്ട് എനിക്ക് ഫലം കിട്ടിയില്ല എന്നൊരു കമന്റ് കാണാൻ പറ്റത്തില്ല. അതായത് പഠിച്ചാല് അത് മാത്രമേ വരത്തുള്ളൂ, അതിൽ നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. ഇതാണ് ഇപ്പൊ വന്നേക്കുന്ന, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരിയിൽ ആദ്യം നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പ്രത്യേകത, നമ്മളൊന്ന് എഫേർട്ട് കൊടുക്കാൻ റെഡിയാണെങ്കിൽ, ഒരു 5 മാസം മാറ്റി വെക്കാൻ റെഡിയാണെങ്കിൽ, നമ്മുടെ കൂടെ കൂടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് ഈ 2026 നമുക്കൊരു നവംബർ ഡിസംബറിലൊക്കെ, നവംബർ പോകത്തില്ല, ഒരു ഇപ്പൊ കേസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്രയും നീണ്ടുപോയത്. അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള എല്ലാം നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കും. ഒക്കെ അപ്പൊ ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തോ. അതായത് ഇപ്പൊ 11 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 14 പോസ്റ്റുകളിലേക്കായിരുന്നു നോട്ടിഫിക്കേഷൻ. അപ്പൊ ഇപ്പൊ 3 കുറഞ്ഞിട്ടുണ്ട്, 11 പോസ്റ്റുകൾ. ഈ 11 പോസ്റ്റുകളിൽ 22,000 വേക്കൻസി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നമ്പർ അല്ല, ഒരിക്കലും ഒരു ചെറിയ നമ്പർ അല്ല. ഒരാൾക്ക് ജോലി കിട്ടാനായിട്ട് ഒരൊറ്റ വേക്കൻസി മാത്രം മതി. മാത്രമല്ല, ഇതിൽ കൂടുതൽ വേക്കൻസി ഉള്ള റെയിൽവേ പോസ്റ്റ് ഇനി അങ്ങോട്ട് വരാനും പോകുന്നില്ല. അടുത്ത ഗ്രൂപ്പ് ഡി നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വേക്കൻസി ഉറപ്പാണ് ഉണ്ടാവില്ല. കാരണം ആ ഒരു 70,000 നിന്നാണ് ഇപ്പോഴും നമുക്ക് ആ ഒരു ഇനി ഒരു 20,000 കൂടി കയറാൻ സാധ്യതയുള്ളത് ഈ നോട്ടിഫിക്കേഷനിലാണ്. തീർച്ചയായിട്ടും. അതല്ലാതെ ഒരിക്കലും അടുത്ത നോട്ടിഫിക്കേഷനിൽ കയറാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സാർ, ഇതിനേക്കാളും വേക്കൻസി ഉള്ള നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ SSGD കോൺസ്റ്റബിൾ വേക്കൻസി കൂടുതലാണ്. പക്ഷെ അത് ഫോഴ്സിലെ ജോലിയാണ്. പക്ഷെ ഇവിടെ നോക്കുമ്പോഴും SSC CGL-നെക്കാളും SSC CHSL-നെക്കാളും ഇനി ഒന്നും വേണ്ട സാറേ, NTPC ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റിനെക്കാളും കൂടുതൽ വേക്കൻസി ആർക്കുണ്ട്? ഈ ഗ്രൂപ്പ് ഡിക്ക് ഉണ്ട്. പിന്നെ പലരും പ്രതീക്ഷിച്ചിരുന്ന ഒരു പരീക്ഷയുണ്ട് RPF ആണെങ്കിൽ ഇപ്പൊ നേരെ SSC-ലേക്ക് പോയി. അപ്പൊ പണ്ടത്തെ പോലെ എളുപ്പമല്ല അത് ക്രാക്ക് ചെയ്യാനായിട്ട്. RPF എൻറ്റയർലി SSC-യുടെ കയ്യിലാണ്. ഇനി ഡെഫിനറ്റ്ലി ക്വസ്റ്റ്യൻസ് മാറും, ക്രൈറ്റീരിയ കൂടി മാറിയിട്ടുണ്ട്. ഫിസിക്കൽ അടക്കം ക്രൈറ്റീരിയാസ് മാറിക്കഴിഞ്ഞാൽ RPF. അപ്പൊ പണ്ടത്തെ പോലെ RPF ഒട്ടും എളുപ്പമല്ല. അപ്പൊ ഡെഫിനറ്റ്ലി ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷ ആണ്. മകളെ, ഏറ്റവും മികച്ച അവസരം നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോവുകയാണ്. ഈ ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ആദ്യം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പഠിച്ചോ. നമ്മൾ ഇതേപോലെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറഞ്ഞു, മക്കളെ പഠിച്ചോ, നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ഒക്കെ നടക്കാൻ പോവുകയാണ്. അപ്പൊ അന്ന് നമ്മുടെ കുട്ടികൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. എനിക്ക് ഓരോ ദിവസം കേൾക്കാൻ പറ്റുന്നത്, എനിക്ക് ഓരോ ദിവസം ഏറ്റവും ചുരുങ്ങുന്ന ഒരു 10-20 കോഴ്സ് വരും. അതിനകത്ത് എക്സാം കഴിഞ്ഞു, സന്തോഷം, എനിക്ക് 80 അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി, 75+ അറ്റംപ്റ്റ് കൊടുക്കാൻ പറ്റി, 80+ കൊടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ന്യൂസ് കോൾസ് ഞാൻ ഇപ്പൊ കേൾക്കുന്നു. അപ്പൊ ഇനി നിങ്ങളുടെ ചാൻസ് ആണ്. അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു, വരാൻ പോകുന്നു. നമ്മുടെ കൂടെ കുടിക്കാം, പ്രിപ്പയർ ചെയ്യണം. 5 മാസം തീയായിട്ട് നമ്മൾ നിങ്ങളെ കത്തിക്കാം. നിങ്ങൾ നന്നായിട്ട് പഠിച്ചോ. നമുക്ക് ഈ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ, ഓഗസ്റ്റിലൊക്കെ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. ആ സമയത്ത് ഇതേപോലെ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. എക്സാം നല്ല എളുപ്പമായിരുന്നു, നന്നായിട്ട് ചെയ്യാൻ പറ്റി, ജോലി എനിക്ക് ഉറപ്പിക്കാം. അപ്പൊ എനിക്ക് എത്രയാണ് എനിക്ക് പറയാനുള്ളത്? അതായത് അവസരങ്ങൾ, ഞാൻ എപ്പോഴും സാറിന്റെ വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, അവസരങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക. സമയം നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു പ്രശ്നമല്ല, ആവശ്യത്തിലധികം സമയമുണ്ട്. റെയിൽവേ മുൻകൂട്ടി നമ്മളോട് പറഞ്ഞു കഴിയുന്ന എല്ലാ കാര്യങ്ങളും, അതായത് നോട്ടിഫിക്കേഷൻ വന്ന് അപ്ലൈ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുന്നുള്ള ഒരു ധാരണയൊന്നും ആരും ഇരിക്കരുത്. റെയിൽവേ പറഞ്ഞത് ഇത്രയും വേക്കൻസീസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ എന്നാണ് അവർ ഉദ്ദേശിച്ചത്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിലധികം സമയം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, മോക്ക് ടെസ്റ്റ് എടുക്കാനുണ്ട്, റിവിഷൻ നടത്താനുണ്ട്, എല്ലാത്തിനുള്ള സമയമുണ്ട്. അപ്പൊ എക്സാം കൂളായിട്ട് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ നിങ്ങളുടെ പഠനം ആരംഭിച്ചു. ഓക്കെ, താങ്ക് യു.